എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് ഇവരുടെ തമ്മിലും അതുപോലെ ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് തെങ്ങുമ്മ കയറാനുള്ള ഒരു മെഷീൻ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ സാധാരണ തെങ്ങുമ്മ കയറാനുള്ള മെഷീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പല മോഡലുകളുണ്ട്. അതായത് നമ്മൾ എന്താ പറയുക, ഇങ്ങനെ നേരെ നിന്ന് കയറുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, ആളുകൾക്ക് കയറാൻ പറ്റുന്ന മെഷീനുകൾ വരെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ കടയിൽ അടുത്ത് വാങ്ങിക്കാനായിട്ട് കിട്ടാവുന്ന വെറും സ്ക്വയർ ട്യൂബുകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു തെങ്ങ് കയറുന്ന യന്ത്രം. അതും നിന്നല്ല, നമുക്ക് ഇരുന്ന് തെങ്ങ് കയറാൻ പറ്റുന്ന ഒരു യന്ത്രമാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതേ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്ന് ഒരുപാട് പണിയുണ്ട് തീർക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ പണി തുടങ്ങാം. നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ? അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ പണി തുടങ്ങിയാലോ? അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ പോരാളി എന്ന് പറയുന്നത് 1 ഇഞ്ചിന്റെ സ്ക്വയർ ട്യൂബ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മുടെ മെയിൻ ഫ്രെയിം നമ്മൾ അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ കാണുന്ന സ്ക്വയർ ട്യൂബിൽ നിന്ന് 4 അടിയുടെ 2 പീസുകൾ വേണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 4 അടി മാർക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ടേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് 4 അടിയുടെ 2 പീസാണ് ആദ്യം വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിത് 2 പീസുകളും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നീളത്തിനുള്ള 2 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വീതിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്ന ഫ്രെയിമിന്റെ വീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു തെങ്ങിന്റെ വീതിനേക്കാളും കുറച്ച് കൂട്ടിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ശരാശരി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തെങ്ങിന്റെ വീതി എന്ന് പറഞ്ഞാൽ ഒരു 30 സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ 30 സെന്റിമീറ്ററിനേക്കാളും നമ്മളൊരു 10 സെന്റിമീറ്റർ കൂടി കൂട്ടിയിട്ട് 40 സെന്റിമീറ്റർ വീതിയിലാണ് നമ്മുടെ ഫ്രെയിമിനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കമ്പിയിലെ മെഷർമെന്റ് എടുത്തു 40 സെന്റിയിലേക്ക് നമ്മളൊരു മാർക്ക് ചെയ്ത് ആ ഒരു പീസ് കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി അതിന്റെ എഡ്ജൊക്കെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 10 ഇഞ്ച് വരുന്ന 2 പീസ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതുകൂടി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് 4 അടിയുടെ 2 പീസിന്റെ കൃത്യം നടുക്ക് നമ്മുടെ 40 സെന്റിയുടെ പീസ് വെച്ച് നമ്മൾ വെൽഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കൃത്യം നടുക്ക് വെച്ചിട്ട് നല്ല രീതിക്ക് വെൽഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ ബോഡി വെയിറ്റ് കൂടി ഇത് താങ്ങാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ടാക്ക് അടിച്ചാൽ പോരാ, നല്ല ബലത്തിൽ തന്നെ നമ്മളിത് വെൽഡ് ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ പീസുകൾ. ഇനി നമ്മൾ മുറിച്ചെടുത്ത 2 10 ഇഞ്ചിൻ്റെ പീസുകൾ നമുക്കിത് ഈ കാണുന്ന സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരളവ് നോക്കിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ അറ്റം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ള അറ്റം നമ്മളിതേ മാർക്ക് ചെയ്യണം. അപ്പോൾ ഒരു ചെറിയ ആണിയുടെ പീസ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇത് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല പ്രിസൈസായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷാർപ്പായിട്ട് അളന്ന് അത് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 2 സൈഡിലേക്കുള്ളത് നമ്മൾ കട്ട് ചെയ്തു. ഇനി നേരെ നമ്മൾ ടാക്ക് അടിച്ച് കൊടുക്കുകയാണ്. ടാക്ക് അടിച്ചതിന് ശേഷമുണ്ട് നമ്മൾ ബലപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വെച്ച് കറക്റ്റായിട്ട് അത് ഇരുത്തണം കേട്ടോ. അങ്ങനെ നമ്മളുടെ 2 പീസുകളും ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ല ബലപ്പെടുത്തലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡി വെയിറ്റ് എന്തായാലും ഇത് താങ്ങണം. അതിനനുസരിച്ച് ഉള്ള ബലത്തിൽ നമ്മൾ വെൽഡ് ചെയ്ത് നല്ല സ്ട്രോങ് ആക്കണം. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ ഒരു കെ പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കണ്ട. ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ശരിക്കും കെ പോലെ തന്നെയാണ് വരുന്നത്. ഇതിന് നമുക്ക് നമ്മുടെ തെങ്ങുമ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം, ഇത് കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഫ്രെയിം നേരെ നമ്മുടെ തെങ്ങുമ്മേക്ക് വയ്ക്കുമ്പോൾ കണ്ട ഏകദേശം അളവ് കറക്റ്റാണ്. ഇപ്പോൾ ചെറിയ തെങ്ങാണെങ്കിലും ഇവിടെ വന്ന് ലോക്ക് ആയിക്കോളും. അതിനനുസരിച്ചാണ് നമ്മൾ ഈ കാണുന്ന കെ പോലത്തെ ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഓക്കെ, അതിന് അപ്പുറത്തുനിന്ന് നമ്മുടെ തെങ്ങിനെ ലോക്ക് ചെയ്യണം. അതിനുള്ള സെറ്റപ്പ് നമ്മൾ റെഡിയാക്കി എടുക്കണം. ഏകദേശം അപ്പോൾ 2 പീസ് ഇതുപോലത്തെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ യന്ത്രം തെങ്ങുമ്മയ്ക്ക് ലോക്ക് ചെയ്യാനുള്ള പാർട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ 2 എണ്ണം നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നമ്മുടെ സ്ക്രൂ വെച്ച് 4 എണ്ണം വെൽഡ് ചെയ്തു. അതിൻ്റെ ഉള്ളിലേക്ക് 4 സൈഡിലായിട്ട് കണ്ട ഇതുപോലെ നട്ട് 4 എണ്ണം നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇങ്ങനെ ഒരു പാർട്ട് ഇട്ടാ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പട്ടയുടെ പീസിൽ നമ്മൾ 2 ഹോൾ ഇട്ട് എടുത്തിരിക്കുകയാണ്. ഈ ഹോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതിൽ കയറാൻ ഭാഗത്തിനുള്ള ഹോളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നട്ട് നമ്മളിത് ഇവിടെ വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ എക്സസ് വരുന്ന പീസ് മുറിച്ച് കളഞ്ഞ് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളിത് ഈ 2 ഹോളിൽ കൂടി ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്ന ഹോളിൽ ഇത് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ മറ്റേ ഫ്രെയിമിൽ ഹോൾ ഇടും. അങ്ങനെ ലോക്ക് ചെയ്യാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ഇത് വയ്ക്കുന്നു. പിന്നെ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന ചെറിയ സ്പ്രിങ് ആണ് ഇത്. കേബിളുമേക്ക് വരുന്ന നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ കേബിളുമേ വരുന്ന ചെറിയ സ്പ്രിങ് ആണ്. ആ സ്പ്രിങ് നമ്മൾ 2 എണ്ണം എടുത്ത് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 വാഷർ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നട്ട് വെച്ചത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട ടെൻഷനിലേക്ക് എത്തിച്ച് നിർത്താട്ടോ നമ്മൾ. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ പിടിച്ച് നേരെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ലൂസാക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മളത് കയറ്റി ലോക്ക് ചെയ്യുന്ന രീതിയിൽ കണ്ടോ, ഇത് നേരെ ലോക്ക് വീഴുന്ന രീതിയിലാണ് ഇത് വരുന്നത്.
അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഫ്രെയിമുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് ഓൾറെഡി നമ്മുടെ ഫ്രെയിമിൽ 2 സൈഡിലായിട്ട് ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ ഹോളുകൾ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ തെങ്ങിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ലോക്ക് ഒന്ന് പുറത്തേക്ക് നമ്മൾ ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരെ ഇത് പൊക്കിയിട്ട് കണ്ട ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് ചരിച്ച് വെച്ച് കൊടുക്കുക 2 സൈഡും. അപ്പോൾ നമ്മുടെ ലോക്ക് പൊന്തി നമുക്കിങ്ങനെ ഇരുന്നോളും. അതിനുശേഷം നമ്മളിത് നേരെ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് വേണ്ട ഹോൾ എത്തുമ്പോൾ നമ്മൾ ആ ലോക്ക് വിരിപ്പിച്ച് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഹോളിലേക്ക് ഇത് വീണോളും. അപ്പോൾ ഇതിങ്ങനെ ലോക്കായിട്ട് എടുക്കും. നമ്മൾ ഈ കാണുന്ന ഏത് ഹോളിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി പൊക്കണമെങ്കിൽ ഇതേ നമ്മുടെ സ്പ്രിങ് ഇതുപോലെ ലോഡാക്കി നമ്മളിത് പൊക്കിയിട്ട് വേണം ഊരിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടി ഫ്രെയിം നമ്മൾ അടിച്ചെടുത്തു. 1 അല്ല 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഈ ഫ്രെയിം നോക്കുകയാണെങ്കിൽ നമ്മൾ സെയിം ഫ്രെയിമാണ് ഇതേ കണ്ടത്. നമ്മുടെ കേ പോലെ ഇരിക്കുന്ന ആ പാർട്ടൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഒരേ അളവിലാണ് അടിച്ചിരിക്കുന്നത്. ബാക്കിൽ നമ്മൾ ഇതേ ഇരിക്കാനൊരു സീറ്റ് പോലെ അടിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഇതിലൊരു വ്യത്യാസമുള്ളൂ. ഏകദേശം 2 പീസും സിമിലർ ആണ് കേട്ടോ. ഇനി നമ്മുടെ ഫ്രെയിമിൻ്റെ പാർട്സൊക്കെ പെയിൻ്റ് അടിച്ചൊന്ന് കളറാക്കിയാലോ. അപ്പോൾ ഇത് നമ്മൾ മഞ്ഞ പെയിൻ്റ് എടുത്ത് നേരെ നമ്മളുടെ ആ ഒരു ലോക്ക് ചെയ്യുന്ന സിസ്റ്റത്തും അടിച്ചു കൊടുക്കുകയാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ എടുത്താർന്ന കമ്പി സാധാരണ ട്യൂബായിരുന്നു. പക്ഷേ നമ്മൾ ബലം കുറവാണെന്ന് വിചാരിച്ച് നമ്മൾ MS-ൻ്റെ ട്യൂബിലേക്ക് മാറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് MS-ൻ്റെ നല്ല കട്ടി കൂടിയ ട്യൂബിലാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത്. ആദ്യത്തെ പീസ് നമ്മൾ മാറ്റി. ഇനി നമുക്ക് വേണ്ടത് ഒരു ടയറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കാറിൻ്റെ മാറിയ പഴയ ടയർ പറഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി നോക്കാം. അപ്പോൾ നമ്മുടെ തെർമോകോൾ കട്ടിംഗ് ബ്ലേഡ്, നമ്മുടെ ക്രാഫ്റ്റ് നൈഫ് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്രാഫ്റ്റ് നൈഫ് വെച്ച് ഇത് കട്ട് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാവും കേട്ടോ. നോക്കിക്കോ, ഇതാണ് നമ്മൾ പറഞ്ഞ സൗണ്ട് കേട്ടോ. നല്ല കിറെന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് വരും. അപ്പോൾ നമ്മൾ ടയറിൻ്റെ 2 സൈഡിലുള്ള ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ പീസ് നമ്മൾ മാറ്റി. അതുപോലെ തന്നെ 2 സൈഡിലത്തെ മാറ്റി കഴിഞ്ഞാലേ നമുക്ക് നല്ല പീസുകൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ആദ്യം കത്തിക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇരുമ്പിൻ്റെ കമ്പിയുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഹാക്സോ ബ്ലേഡിലേക്ക് മാറി. പക്ഷേ ഹാക്സോ ബ്ലേഡിനും പറ്റാണ്ടായപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇനി നമ്മുടെ ഗ്രൈൻഡിങ് വീൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. കാരണം ദേ ഇപ്പോൾ തീ തെറിക്കുന്നതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇരുമ്പിൻ്റെ മെഷ് അവരിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതേ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ പുകയൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മളതൊന്നും ശ്വസിക്കുന്നത് നല്ലതല്ല. കണ്ടോ ഇരുമ്പിൻ്റെ മെഷ് അവിടെ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വേണമെങ്കിൽ ഇതിൻ്റെ റെഡിമെയ്ഡ് റബ്ബർ പാഡൊക്കെ വാങ്ങിക്കാൻ പറ്റും. അത് വാങ്ങുകയാണെങ്കിൽ ഇത്തിരി നമുക്ക് എളുപ്പമായിരിക്കും. എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് ഏകദേശം ഒരു 6 പീസ് നമുക്ക് ഇതിൽ നിന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പടപടാന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ടയറിൻ്റെ പീസ് നേരെ നമ്മൾ ഈ പീസും വെച്ചിട്ട് സ്ക്രൂ ചെയ്യാൻ പോവാണ്. ഓൾറെഡി നമ്മൾ ടയറിൽ സ്ക്രൂ ഇട്ട് വെച്ചേക്കണ കാരണം നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ ഓരോന്നായിട്ട് സ്ക്രൂ ചെയ്ത് കയറ്റി കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളുടെ റബ്ബറിൻ്റെ പാഡിൽ ഹോൾ ഇട്ട് കാരണം നമുക്കിത് സ്ക്രൂ ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ റബ്ബർ ഷീറ്റുകൾ ഇതേ നമ്മൾ ഇവിടെ കേ പോലെ ഉണ്ടാക്കിയ 2 പീസിൻ്റെ അപ്പുറവും ഇപ്പുറവും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതേ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങ് മുട്ടുന്ന ഭാഗം മൊത്തം നമ്മുടെ റബ്ബർ ഷീറ്റുകൾ നമ്മൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ലോക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ നമ്മൾ ഹോൾ വരുന്ന ഭാഗത്തേക്ക് ഇത് വെച്ചിട്ട് നമ്മൾ നേരെ ഈ ലോക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 2 സൈഡിലും നമ്മൾ ഈ ഒരു മെത്തേഡിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അനങ്ങില്ല കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ തെങ്ങിനെ നമ്മളിത് വെച്ച് ലോക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വെച്ചാൽ പറയുന്നത് നമ്മുടെ ഹോം മെയ്ഡ് തെങ്ങ് കയറ്റ യന്ത്രം മേക്കിംഗ് ഒക്കെ കഴിഞ്ഞത് സെറ്റപ്പായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ പാടത്താണ്. പാടത്ത് ഇതേ കുറച്ച് തെങ്ങൊക്കെ നട്ട സ്ഥലമുണ്ട്. അപ്പോൾ നല്ലൊരു തെങ്ങ് നോക്കിയിട്ട് നമ്മൾ ആ തെങ്ങിൽ കയറി തേങ്ങ ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എത്രത്തോളം വിജയിക്കുന്നൊന്നും അറിയില്ല. നമ്മൾ നല്ല ബലമുള്ള MS-ൻ്റെ കമ്പിയിൽ ചെയ്ത കാരണം നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് പൊക്കാൻ പറ്റുമെന്നും കൂടി അറിയില്ല. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുറച്ച് തേങ്ങയൊക്കെ ഉള്ള ഒരു തെങ്ങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന തെങ്ങുമ്മയാണ് നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കാല് ചവിട്ടുന്ന പീസാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തെങ്ങിൻ്റെ ഉള്ളിൽ ഇത് കയറ്റിയിട്ട് ഇനി നമ്മുടെ ഈ കാണുന്ന ലോക്ക് ഇതിനുള്ളിലേക്ക് കയറ്റി കിടക്കാനായിട്ട് പോവാണ്. അപ്പം നേരെ ഇത് കയറ്റിയിട്ട് നമ്മൾ കറക്റ്റ് ഹോളിൽ ഇത് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റ് ഹോളിൽ എത്തുമ്പോൾ ഇതേ നമ്മുടെ സംഭവം കണ്ട ഇട്ട് കഴിയുമ്പോൾ ഇത് ലോക്കായി. അപ്പോൾ നമ്മുടെ 2ാമത്തെ പീസും ഇതേപോലെ തന്നെ നമ്മൾ കയറ്റി കൊടുത്ത് ടൈറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കുകയാണേ. സംഭവം സിമ്പിളാണ്. ദേ നമ്മൾ ലോക്ക് എടുത്ത് നേരെ ഇങ്ങനെ ഇടുന്നു, ലോക്ക് ആവുന്നു. അങ്ങനെ നമ്മൾ 2 പീസുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞില്ല. ഇനി ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന ഒരു ചങ്ങലയുടെ അറ്റത്ത് ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. ഇത് 2 സൈഡിലും നമ്മൾ 2 കുളത്തുകൾ 2 പീസുകൾ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ
ഹുക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ആക്സിഡൻ്റലി നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പീസ് മിസ്സായാൽ തന്നെ താഴേക്ക് പോരാതെ നമ്മുടെ കയ്യിൽ ഇത് ഹോൾഡ് ചെയ്ത് നിർത്തൂട്ടെ ഈ ഒരു ചങ്ങല. അപ്പോൾ ഇനി ആക്ഷൻ ടൈമാണ്. അപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ മുകളിൽ കയറാനുള്ള പരിപാടി അത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ ഈ ഒരു തെങ്ങേറ്റം മെഷീൻ കൊണ്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നേരെ നമുക്ക് മുകളിൽ കയറി പോകാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മളിത് 2 പീസുകളോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് ആദ്യം പിടച്ച് കയറുകയാണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കയറി നമ്മളുടെ സീറ്റ് ഉറപ്പിക്കുക. ഹായ്, ദേ ഇപ്പോൾ യാതൊരു പ്രശ്നമില്ല. നമ്മൾ ഇരുന്ന് കഴിഞ്ഞപ്പോഴൊന്നും പറ്റിയിട്ടില്ല. ദേ നോക്കിയേ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല സേഫായിട്ട് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയുള്ള നമ്മുടെ കടമ്പ എന്ന് പറഞ്ഞാൽ ഈ തെങ്ങിൻ്റെ മുകളിലേക്ക് കയറി എത്തി തേങ്ങ ഇടാന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതേ മുകളിൽ കയറാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ബിഗിനറാണ്, ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മെഷീൻ ഫസ്റ്റ് ടൈം കയറുന്നത്. തെറ്റ് പോരായ്മകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ കയറല്ലേ? റെഡി? ഓക്കെ, അപ്പോൾ നമ്മളിത് ഓരോ സ്റ്റെപ്പ് വെച്ച് കയറി നമ്മുടെ ലെഗ് പീസ് എടുത്ത് മുകളിൽ കയറ്റുന്നു, മുകളിൽ കയറുന്നു. കൊള്ളാട്ടോ സംഭവം. തെങ്ങിൻ്റെ മുകളിലേക്ക് കയറി പോകണ്ട് നമ്മൾ. നമ്മളുണ്ടാക്കിയ മെഷീൻ വെച്ച് നമ്മൾ തെങ്ങിൻ്റെ മുകളിലേക്ക് കയറാണേ. അപ്പോൾ നമ്മുടെ തെങ്ങേറ്റുന്ന ടൈം ലാപ്സിൽ കണ്ടാലോ, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ചാട്ടോ നമ്മൾ കയറുന്നേ. നമ്മളുണ്ടാക്കിയ മെഷീൻ വെച്ച് നമ്മൾ തെങ്ങിൻ്റെ മുകളിലേക്ക് കയറാണേ. അങ്ങനെ നമ്മൾ തെങ്ങിൻ്റെ ഒരു പകുതിയോളം കയറി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുണ്ട് പകുതി. ഇനി റെസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട്. അമ്മേ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ബോഡി വെയിറ്റ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ടൂൾ വെച്ച് നമുക്ക് കയറാനായിട്ട് ആദ്യം എനിക്ക് പേടിയായിരുന്നു. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ ടൂളിനെ വിശ്വസിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് കയറി പോവാണ്. കയറി കഴിഞ്ഞപ്പോൾ സംഭവം സിമ്പിളായിട്ട് ഞാൻ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബോഡി വെയിറ്റ് കാരണം ഞാൻ പടപടാന്ന് കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അണപ്പ് വരും. അതുകൊണ്ട് തന്നെയാണ് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ അടി വയ്ക്കുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ തെങ്ങിലേക്ക് ഉള്ള ദൂരം, അതായത് തെങ്ങിൻ്റെ തലപ്പട്ടിയിലേക്കുള്ള ദൂരം കുറഞ്ഞു വരും നമുക്ക് കാണാം. സംഭവം നോക്കി അത്യാവശ്യം നല്ല സേഫ്റ്റിയുള്ള മെഷീൻ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പടപടാന്ന് കയറാണ്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ കാല് അടിയിലത്തെ പീസിൽ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് ഇട്ടേക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് പോവല്ല, നമ്മൾ ചെയിൻ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ലോക്കായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സാവധാനത്തിൽ സമാധാനത്തിൽ ചെയ്യുക. അങ്ങനെ നമ്മളിതേ പയ്യെ പയ്യെ കയറി തെങ്ങിൻ്റെ മോള് വരെ നമ്മൾ ഈ ഒരു മെഷീൻ വെച്ചിട്ട് നടന്നെത്തിയിട്ടോ. അപ്പോൾ മച്ചാന്മാരെ, നമ്മളുണ്ടാക്കിയ ഒരു തെങ്ങേറ്റ മെഷീൻ വെച്ചിട്ട് നമ്മൾ തേങ്ങ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൈയുടെ ഫ്രണ്ടിൽ തേങ്ങ കിടക്കണ കേട്ടോ. ഈ തേങ്ങ ഞാൻ ഇടാൻ പോവാണ്. ഒരുപാട് പ്രൗഡുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മെഷീൻ വെച്ചിട്ട് നമ്മൾ തന്നെ മെഷീൻ ഉണ്ടാക്കിയത്. എൻ്റെ കൈ ഇറക്കണം കേട്ടോ. തെങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറി വന്നു. ഓ, ഇത്രോ ഹൈറ്റിലാണ്ടോ നിൽക്കുന്നത് കണ്ടാ. അടിയിൽ നിന്ന് ഇത്രോ ഹൈറ്റിലേക്ക് നമ്മൾ ഇത് വെച്ച് കയറി വന്നു. ഇനി തേങ്ങ ഞാൻ പറിച്ചിടാണ്. ഓക്കെ, കത്തിയെടുക്കാൻ മറന്നുപോയി. അങ്ങനത്തെ ആദ്യത്തെ തേങ്ങ നമ്മൾ പറിച്ചെടുത്തിരിക്കുകയാണ്. താഴ്ക്കിടച്ചേ, അടിപൊളി. എന്തായാലും കയറി വന്നാലേ നമുക്ക് 2-3 തേങ്ങ ഇട്ടിട്ട് പോവാം. വാവ്, അടിപൊളി. അപ്പോൾ നമ്മുടെ തേങ്ങയിടൽ മാമാങ്കുവാടി നടക്കുന്നത്. കരിക്കിടായിരുന്നു. ഇതെല്ലാം തേങ്ങയായി പോയെന്നാ തോന്നണേ. ഓ, അങ്ങനെ നമ്മളുടെ ലക്ഷ്യം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം കണ്ടു. ഇത്രയും താഴെ നിന്ന് മുകളിലേക്ക് കയറി വന്നിരിക്കുകയാണ്. കണ്ടോ, ഇത്രയും താഴെ നിന്ന് നേരെ നമ്മളുണ്ടാക്കിയ തെങ്ങേറ്റ മെഷീൻ വെച്ച് മുകളിലേക്ക് വന്നിരിക്കുകയാണ്. പ്രൗഡ് മൊമെൻറ്റ്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമല്ല ഇതൊന്നും. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷം. ഓ, താങ്ക് യു സോ മച്ച്. ദൈവത്തിന് നന്ദി. അപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് തെങ്ങിൻ്റെ മുകളിൽ ഞാനിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കിയൊരു ടൂള് അത് നല്ല രീതിക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് സത്യം പറഞ്ഞ് ഇങ്ങനൊരു ടൂളില്ലാതെ എനിക്ക് തെങ്ങിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ എൻ്റെ ബോഡി വെയിറ്റും അതുപോലെ തന്നെ എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ല. കാരണം ഞാൻ എത്ര എന്തി വലിഞ്ഞാലും ഇത്ര വലിയ തെങ്ങിൻ്റെ മുകളിലേക്ക് ഞാൻ എത്തുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയൊരു ടൂളിൻ്റെ സഹായത്തോടു കൂടി വലിയൊരു തെങ്ങിൻ്റെ മുകളിൽ കയറി അവിടെ നിന്ന് നമ്മൾ കൈ കൊണ്ട് തേങ്ങ പൊട്ടിച്ചിടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു
സന്തോഷമുണ്ട്, അത് വേറെ ലെവലാണ്. അപ്പോൾ നമ്മൾ മുകളിലിരിക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഹൈറ്റിൽ നമ്മൾ ഇരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. അത്യാവശ്യം നല്ല തെങ്ങ് തന്നെയായിരുന്നു, ഹൈറ്റുള്ള തെങ്ങ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ ലെവലാണ്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ. അങ്ങനെ നമ്മുടെ ലക്ഷ്യം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നമ്മുടെ തെങ്ങേറ്റ മെഷീൻ വെച്ച് നമ്മൾ തെങ്ങിൻ്റെ മുകളിൽ കയറി തേങ്ങിയിട്ടിരിക്കുകയാണ്. അപ്പം ഇനി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വരാൻ പോവാണ്. കയറിയ പോലെ തന്നെ സുരക്ഷിതമായിട്ട് അടിയിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ മെഷീൻ എടുത്ത് പതിയെ നമ്മൾ വെച്ച് അതും ഇരുന്ന് തന്നെ പതിയെ താഴേക്ക് വരാണ്. അപ്പോൾ നമ്മൾ തെങ്ങുമ്മ കയറിയ അതേ സീരിയസ്നെസ്സിൽ തന്നെ വേണം നമ്മൾ തെങ്ങുമ്മേന്ന് ഇറങ്ങാനും. കാരണം നമ്മൾ പെട്ടെന്ന് താഴേക്കല്ലേ പടപടാന്ന് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പാളിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ അടികളായിട്ട് ഓരോ ചെറിയ സ്റ്റെപ്പുകളായിട്ട് തന്നെ എടുത്ത് വെച്ചാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത്. കാരണം നമ്മൾ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ എളുപ്പത്തിൽ ഇത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് എന്താ പറയുക ഫ്രഷ് പീസ് ഫസ്റ്റ് ടൈം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും വേണ്ടത്ര ആ ഒരു പ്രിക്കോഷൻ നമ്മൾ എടുത്തിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. നമ്മുടെ റബ്ബർ പാഡ് വെച്ചതുകൊണ്ട് തന്നെ നമ്മുടെ തെങ്ങിന് ചതവോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഗ്രിപ്പും നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നടന്നതേ നമ്മൾ താഴേക്ക് എത്തിയിട്ടോ മച്ചന്മാരെ. അങ്ങനെ നമ്മൾ തെങ്ങിൻ്റെ മുകളിൽ കയറി തേങ്ങയിട്ട് താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാട്ടാ, അടിപൊളി. അങ്ങനെ അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രവീൺ മച്ചനൊരാഗ്രഹം നമ്മൾ ചെറിയ സ്റ്റെപ്പ് വെച്ചില്ലേ കയറി. അപ്പോൾ പ്രവീണ് വലിയ സ്റ്റെപ്പ് വെച്ച് മുകളിൽ കയറി പെട്ടെന്ന് തേങ്ങയിടണം പറഞ്ഞിട്ട് നേരെ നമ്മുടെ ടൂൾ എടുത്ത് മുകളിലേക്ക് കയറി പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പ്രവീണോട് ചെറിയ സ്റ്റെപ്പ് വെക്കണം, നമ്മുടെ താഴത്തെ പീസ് നമ്മുടെ കയ്യിൽ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ പ്രവീൺ മച്ചൻ പറഞ്ഞു ഒന്ന് പോയടാ, ഈ ടൂളൊന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാളും മുമ്പേ നമ്മൾ തെങ്ങുമ്പോൾ കയറി തേങ്ങ ഇട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞ് നേരെ ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നു, നേരെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നു, ടൗസർ കയറ്റിയിടുന്നു. അങ്ങനെ ഓരോ തവണ ടൗസർ കയറ്റിയിട്ട് തെങ്ങിൻ്റെ മുകളിലേക്ക് പ്രവീൺ മച്ചാൻ കയറിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ നമ്മൾ കയറുന്ന കാണാനായിട്ട് നല്ല രസമായിരുന്നു. നമ്മൾ വെച്ച പോലെ ചെറിയ സ്റ്റെപ്പല്ല, പ്രവീൺ മച്ചാൻ വലിയ സ്റ്റെപ്പ് വെച്ച് ടൗസറും കയറ്റി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുകളിൽ നമ്മുടെ തേങ്ങയുടെ അടുത്ത് എത്താറായപ്പോഴേക്കും പണി പാളി. ആവേശം ഇച്ചിരി കൂടി പോയി പ്രവീൺ മച്ചാന്. നേരെ തേങ്ങയുമേക്കും മാത്രമായി പോയി ശ്രദ്ധ. അങ്ങനെ സംഭവം കുടുക്കി, കാലിൻ്റെ പീസ് ലോക്ക് ചെയ്യാതെ ചുമ്മാ ചവിട്ടി സംഭവം താഴേക്ക് വീണുട്ടാ. ഇനി ഉള്ള ഒരേ ഒരു ഓപ്ഷൻ പ്രവീൺ മച്ചാന് തെങ്ങ് കയറാൻ അറിയാം, അതുകൊണ്ട് പതിയെ തൂങ്ങി ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ പ്രവീൺ മച്ചാൻ തെങ്ങിൻ്റെ തലപ്പണ്ട തൊടാനാവാതെ പതിയെ ഊർന്ന് താഴേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ സംഭവം നമ്മൾ ഇത്തരം കാര്യങ്ങളൂടി ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന വർക്ക് കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ടൂളൊക്കെ ഇതുപോലെ മുകളിൽ ലോക്കായിട്ട് ഇരിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ പ്രവീൺ മച്ചാൻ അപകടങ്ങളൊന്നുമില്ലാതെ താഴേക്ക് എത്തിയിട്ടോ. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ നമ്മുടെ തെങ്ങേറ്റ യന്ത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. സംഭവം ഉണ്ടാക്കാനായിട്ട് എളുപ്പമല്ലേ, സിമ്പിളായിട്ട് സ്ക്വയർ ട്യൂബ് വെച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു സ്ക്വയർ ട്യൂബ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു തെങ്ങേറ്റ യന്ത്രം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല സേഫ്റ്റിയിൽ യൂസ് ചെയ്യുക. തുടക്കക്കാരാണെങ്കിൽ ഒരുപാട് സേഫ്റ്റിയിൽ തന്നെ യൂസ് ചെയ്യുക. കാരണം നമ്മുടെ കൈവിട്ട് മുകളിലേക്ക് പോകുന്ന പരിപാടിയാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ചെയ്യാനായിട്ട് ഞാനിത് പ്രോത്സാഹിപ്പിക്കില്ല, അത് വേറൊരു കാര്യം. കാരണം നമ്മൾ അശ്രദ്ധമായി ചെയ്താൽ എന്തായാലും അപകടങ്ങൾ വിളിച്ചു വരുത്താൻ പറ്റുന്ന ഒരു പരിപാടി കൂടിയാണിത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനൊരു ടെക്നോളജി നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളോ ഇതുമായി കാര്യഗൗരവമായി ചിന്തിക്കാത്ത ഒരാളും തന്നെ ഇത് അനുകരിച്ച് അപകടങ്ങൾ വരുത്തി വെക്കരുത്. അപകടങ്ങൾ വരുത്തി വെച്ചാൽ എംഫോട്ട് ഉത്തരവാദിയായിരിക്കുന്നതല്ല. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ, ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.